എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 14-15 വാക്യങ്ങൾ. മത്തായി 9:14-15 വാക്യങ്ങൾ. യോഹന്നാന്റെ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു, ഞങ്ങളും പരീശന്മാരും വളരെ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്ത എന്ത് എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയുകയില്ല. മണവാളൻ പിരിഞ്ഞു പോകേണ്ടുന്ന നാൾ വരും, അന്ന് അവർ ഉപവസിക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ന്യായപ്രമാണം കൃപയ്ക്ക് വഴിമാറി കൊടുക്കുന്നതിനെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. യോഹന്നാന്റെ ശിഷ്യന്മാർ വ്യത്യസ്തമായ ചിന്താഗതിയിൽ സമീപിച്ചു. യോഹന്നാന്റെ ശിഷ്യന്മാരും പരീശന്മാരും പലപ്പോഴും ഉപവസിക്കുമായിരുന്നു. എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാറില്ല. ഈ പരീശന്മാർ ഉപവസിക്കുന്ന കാര്യത്തിൽ വളരെ പ്രശംസിച്ചവരാണ്, സ്വയപ്രശംസ നടത്തിയ ആളുകളാണ്. സഭയുടെ എല്ലാ കാലയളവിലും ഉപവാസം വിശുദ്ധമായി കരുതി വന്നിട്ടുണ്ട്. അവരിൽ പലരും ആഴ്ചയിൽ 2 വട്ടം ഉപവസിച്ചു വന്നിരുന്നു. പരീശന്മാർ ചെയ്തു വന്നതുപോലെ യേശുവിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തതിന് അവർ കുറ്റം പറഞ്ഞു. തങ്ങൾ ഉപവസിക്കുമ്പോൾ അത് രഹസ്യത്തിലായിരിക്കണമെന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് ഈ പരീശന്മാർ ഗ്രഹിച്ചിട്ടില്ല. തങ്ങളുടെ ഉപവാസ വിവരം മറ്റുള്ളവർ ഗ്രഹിക്കത്തക്ക നിലയിലായിരിക്കരുതെന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നു. പ്രാർത്ഥനയും ഉപവാസവും നോമ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുൻപാകെ സ്വയം പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതല്ല എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. മണവാളനായ യേശു അവരുടെ മധ്യത്തിലുണ്ട്. യഹൂദന്മാർക്ക് ഈ പ്രസ്താവന പരിഭ്രമ കാരണമാണ്. ദൈവം ഇസ്രായേലിൻ്റെ ഭർത്താവാണ്. യെശയ്യാ പുസ്തകം 54-ലും യിരെമ്യാവ് 2-ലും ഹോശയ്യ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിലൊക്കെ ഇത് നമ്മൾ വായിക്കുന്നു. ഇപ്പോൾ യേശു തന്നെക്കുറിച്ച് മണവാളനെന്നും തൻ്റെ യഹൂദ ശിഷ്യന്മാർ തോഴ്മക്കാരെന്നും പറഞ്ഞു. കർത്താവിനെ ഒഴിച്ചാൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ മറ്റാരേക്കാളും വലിയവനായ യോഹന്നാൻ സ്നാപകൻ പോലും മണവാളന്റെ സ്നേഹിതൻ മാത്രമാണ്. മണവാട്ടിയുടെ കാര്യം പറയാതെ മണവാളന്റെ കാര്യം മാത്രം പറഞ്ഞിരിക്കുന്ന ഒരു രംഗമാണ് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിലും 25-ലും ഒക്കെ നമ്മൾ വായിക്കുന്നത്. അവൻ ഇസ്രായേലിന് വേണ്ടി വരുന്നത് ഒരു മണവാളൻ തൻ്റെ മണവാട്ടിയെ സ്വീകരിക്കുന്നത് പോലെയാണ്. ആരാണ് മണവാട്ടി? അപ്പോൾ സഭ മണവാട്ടിയും കർത്താവ് മണവാളനുമാണ്. തൻ്റെ മണവാട്ടിയോടുകൂടെ ഭൂമിയെ ഭരിക്കാൻ, മണവാട്ടിയോടുകൂടെ എഴുന്നള്ളുന്നതിന് മുൻപേ ആ ഒരു വലിയ ബന്ധം, ഭൂമിയിൽ നമ്മൾ കാണുന്ന വിവാഹ ബന്ധം പോലെ സഭയെ വരവേൽക്കുന്ന മണവാളനെക്കുറിച്ചുള്ള ദർശനം വെളിപ്പാട് സാഹിത്യങ്ങളിലും നമുക്ക് കാണാം. അവരുടെ മധ്യത്തിൽ നിന്ന് മണവാളൻ മാറ്റപ്പെടുന്ന ദിവസം വരുന്നു എന്ന് യേശു അവർക്ക് മുന്നറിയിപ്പ് നൽകി. യഹൂദന്മാർ അവനെ നിരാകരിക്കുന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് സഭയുടെ മണവാളനായി, സഭ മണവാട്ടിയായി എപ്പോഴും ആ ഒരു വിശുദ്ധ ബന്ധത്തിൽ നിറഞ്ഞു നിൽക്കണം എന്നത് പുതിയ നിയമ ദൈവശാസ്ത്രത്തിലെ കാഴ്ചപ്പാടാണ്. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിലും ഈ ഒരു കാര്യം ഊന്നി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്രിസ്തു എന്ന മണവാളനെ എതിരേൽക്കാൻ കാത്തിരിക്കുന്ന മണവാട്ടിയാണ്. നമ്മുടെ കാത്തിരിപ്പിൻ്റെ അടയാളങ്ങളാണ് ഉപവാസവും പ്രാർത്ഥനയും നോമ്പുമെല്ലാം. അത് സ്വയ പ്രദർശന ഹേതുവാക്കി മാറ്റാതെ ആത്മതർപ്പണത്തിൻ്റെ ഉപവാസത്തിൻ്റെ അടയാളങ്ങളായി തീരട്ടെ. ഈ നോമ്പ് കാലത്ത് കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരുന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ.
പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ ദിനത്തിനായും അതിൻ്റെ നന്മകൾക്കായും നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അങ്ങയോടുള്ള ബന്ധത്തിൽ ഉറച്ചു നിൽപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ അവിടുന്ന് അറിയണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ കരുണയും സാന്നിധ്യവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.